വീട്ടുകാരും സമൂഹവും ബഹിഷ്കരിച്ച ഒരു കൂട്ടം മനുഷ്യരുടെ അഭയകേന്ദ്രമാണ് വില്ലടം ആനപ്പാറയിലെ അഗതി മന്ദിരം. തങ്ങളുടെ യൗവനവും സമ്പത്തും മക്കൾക്കായി സമർപ്പിച്ച് ജീവിതം ഹോമിച്ച ഇവരെ വൃദ്ധരായി എന്ന കാരണത്താൽ മക്കൾ തന്നെ കൈയൊഴിഞ്ഞു. എന്നിട്ടും ജീവിതം ബാക്കിയായതുകൊണ്ട് മാത്രം ഇവർ ജീവിക്കുന്നു. സ്വന്തം സുഖങ്ങളും താല്പര്യങ്ങളും ത്യജിച്ച് മക്കൾക്ക് വേണ്ടി ജീവിച്ച് അവരെ പഠിപ്പിച്ച് ഉദ്യോഗസ്ഥരാക്കി വിവാഹിതരാക്കി ഒരു കര പറ്റിച്ചപ്പോഴേക്കും യൗവനവും ആരോഗ്യവും സമ്പത്തും എല്ലാം വിട്ടൊഴിഞ്ഞിരിക്കുന്നു ഇവരെ. ഈ മക്കൾക്ക് ഇന്ന് മാതാപിതാക്കൾ ഒരു ബാധ്യതയായിരിക്കുന്നു. പണവും സുഖലോലുപതകളും നിറഞ്ഞ യൗവനത്തിന്റെ അഹങ്കാരം ചില വീടുകളിൽ നിന്ന് അടിച്ചിറക്കപ്പെട്ടു. മറ്റു ചിലർ പീഡനങ്ങൾ അസഹനീയമായപ്പോൾ വീട് വിട്ടിറങ്ങി. ഇനി മക്കൾ ഇവിടെ കൊണ്ട് വന്നുപേക്ഷിച്ചവർ. എല്ലാവർക്കും അഭയമരുളി ആനപ്പാറയിലെ അഗതി മന്ദിരം. തൃശൂരിൽ നിന്ന് 9 കിലോമീറ്റർ ദൂരെ രാമവർമ്മപുരം വില്ലടം ആൽമാവ് ബസ് സ്റ്റോപ്പിന് സമീപം കോർപ്പറേഷന്റെ കീഴിലാണ് മന്ദിരം പ്രവർത്തിക്കുന്നത്. ഇവിടെ എത്തിയവരിൽ മിക്കവരും അവശരും രോഗികളുമാണ്. ചിലർക്ക് കടുത്ത മാനസിക വ്യതകളും. ഇവിടുത്തെ അന്തേവാസികളിൽ ഭൂരിഭാഗം സ്ത്രീകളാണ്. 34 പേർ. 13 പുരുഷന്മാരുമുണ്ട്. ഇവരിൽ 95 വയസ്സായവർ വരെയുണ്ട്. ഉത്സവ പുളകങ്ങൾ വാരിവിതറി ഓണം ആഘോഷിക്കുന്നവർ, ഓണത്തിന് ലക്ഷങ്ങൾ പൊടിച്ച് ഓണാഘോഷങ്ങൾ നടത്തുന്ന സംഘടനകൾ. ഒരു നിമിഷം ഈ അമ്മമാരെ ഓർക്കണം. ഇവർക്ക് വേണ്ടി നിങ്ങൾക്ക് പലതും ചെയ്യാൻ കഴിയും. ഈ അമ്മമാരെ കാണുമ്പോൾ നമ്മുടെ അമ്മയെ ഓർക്കുക. പുതിയ ബ്ലൗസുമായി ഓണത്തിന് മകനെ കാത്തിരിക്കുകയാണ് ഈ അമ്മ. ചിറ്റിലപ്പള്ളി സ്വദേശിയായ ജോഷി എന്ന യുവാവ് കുറെ ഓട്ടോ ഡ്രൈവർമാർക്കൊപ്പം അത്തത്തിന് ഈ അഗതികൾക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ എത്തിയിരുന്നു. നന്മയും കരുണയും സ്നേഹവും ദയയും നമ്മളിൽ നിന്നും കുറ്റിയേറ്റു പോയിട്ടില്ല എന്ന് തെളിയിക്കുന്നു ഇത്തരം കൊച്ചുകാര്യങ്ങൾ. അതേപോലെ തന്നെ എല്ലാവരും നമ്മൾ നോക്കി സന്തോഷത്തോടെ ഇങ്ങനത്തെ തലമുറ ഇങ്ങനെയുള്ളൊരു ഭാവിയെ നമ്മൾ ഒരിക്കലും ഇതാക്കരുത്. നമ്മുടെ സ്വന്തം അച്ഛനമ്മയെ പോലെ എല്ലാവരും സ്നേഹിക്കുക. നല്ല നമ്മുടെ പച്ച മലയാളിയെ പോലെ അച്ഛനമ്മയെ സ്നേഹിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള അഗതി മന്ദിരങ്ങളെ കേരളത്തിൽ തുടച്ചു മാറ്റിക്കൊണ്ട് സ്വന്തം കുടുംബത്തിൽ അച്ഛനമ്മയും നല്ല പോലെ നോക്കും. പിന്നെ ഒരിക്കലും അവരെ മാതാപിതാക്കളെ ഒരിക്കലും ഇങ്ങനെയുള്ള അഗതി മന്ദിരങ്ങളിലോ ഇതിലേക്ക് ഒന്നും ആക്കില്ല. 90 വർഷമായത്രേ ആനപ്പാറയിൽ ഈ അഗതി മന്ദിരം പ്രവർത്തനം തുടങ്ങിയിട്ട്. മുൻപൊക്കെ നഗരത്തിൽ ശല്യമായിരുന്ന ഭിക്ഷാടനക്കാരെ ബലമായി പിടിച്ച് ഇവിടെ പാർപ്പിച്ചിരുന്നു. അതിനായി ഒരു പ്രത്യേക വണ്ടിയും ഉണ്ടായിരുന്നു. ഈ വണ്ടിയുടെ ശബ്ദം കേട്ടാൽ തന്നെ അന്ന് ഭിക്ഷക്കാർ ഓടി ഒളിച്ചിരുന്നതായി പഴമക്കാർ ഓർക്കുന്നു. അന്ന് പിടികൂടപ്പെട്ട് അഗതി മന്ദിരത്തിൽ എത്തിയതാണ് ഈ 95-കാരിയായ മേഘിയമ്മ. ഈ പ്രായത്തിലും ജനനരാധകൾ ബാധിക്കാത്ത മേഘിയമ്മ ജന്മന ഊമയും ഭദ്രയുമാണ് എന്ന് അവരുടെ പ്രസരിപ്പും ചുറുചുറുക്കും കണ്ടാൽ തോന്നില്ല. കുടുംബത്തിൽ നിന്നുള്ള വിഷമങ്ങൾ കൊണ്ട് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ മക്കളൊക്കെ വന്ന് കാണാറുണ്ട്. പക്ഷേ ഒരിക്കലും അവർ പോകാൻ തയ്യാറാവാറില്ല. പിന്നെ നിർബന്ധിച്ച് ഞാൻ പറഞ്ഞയക്കാറില്ല. കാരണം അവർക്ക് ഈ പരിസരമാണ് ഏറ്റവും ഇഷ്ടം. സ്നേഹത്തോടെയുള്ള പെരുമാറ്റവും സ്നേഹത്തോടെയുള്ള സംരക്ഷണവും കിട്ടുന്ന സ്ഥലം വിട്ടിട്ട് അവർ ഒരിക്കലും പോവില്ല. നമ്മളെ നാട്ടിൽ മക്കൾക്കൊക്കെ സ്നേഹം നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഇവരിവിടെ എത്തിപ്പെടുമ്പോൾ നമ്മൾ എനിക്ക് ഇപ്പോൾ 25 അമ്മമാരും 25 അച്ഛന്മാരൊക്കെയാണ്. അവരെ എനിക്ക് ഒരൊറ്റയ്ക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു അച്ഛനെ 2 മക്കൾക്ക് സ്നേഹിക്കാൻ കഴിയാത്തത് വളരെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണ്. സ്നേഹം ഈ നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പക്ഷേ സ്നേഹസമ്പന്നരായ ഒരുപിടി ആൾക്കാരുടെ സഹായം കൊണ്ടാണ് ഈ സ്ഥാപനം നടന്നത്. മേയർ IP പോൾ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CS ശ്രീനിവാസൻ എന്നിവരുടെ നേതൃത്വത്തിൽ അഗതി മന്ദിരം സുഗമമായി പ്രവർത്തിക്കുന്നു. MK ഭരതനാണ് ഇപ്പോഴത്തെ മാനേജർ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അഗതികൾക്കായി ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചിട്ടുണ്ട്. CTV ന്യൂസ്, മണുത്തി.